Hi guys. അപ്പോൾ ഇത് ഞങ്ങളുടെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ നൈറ്റ് ആണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെയാണ് ഞങ്ങളുടെ കല്യാണം. അപ്പോൾ ഇതുവരെ ഒന്നും അൺബോക്സ് ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്. ഇതെല്ലാം ഞങ്ങൾക്ക് ഗിഫ്റ്റ്സ് ആണ്. ഒരുപാട് ഗിഫ്റ്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈഡിൽ നിന്നൊക്കെ ഗിഫ്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഉണ്ട്, എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഈ വീഡിയോയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ പാർട്ട് 2 ആയിട്ടിടുവേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. നമുക്ക് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങാം അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഇതെന്താണെന്ന് അറിയേണ്ട ഒരു ക്യൂരിയസ് നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. വെയിറ്റ് അങ്ങനെയല്ല, എന്നാലും എന്താണെങ്കിലും ഉള്ളിലുള്ള അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നമ്മളിത് എടുക്കാൻ പോവാണ്. പ്ലേറ്റ് ആയിരുന്നു ഗൈസ്. മാളുവിന്റെ ഗസിങ് അബ്സല്യൂട്ട്ലി റോങ്. ഇത് പ്ലേറ്റ് ആയിരുന്നു. മാളു ഇൻഡക്ഷൻ കുക്കറാണ്, നമുക്ക് അതിൽ തന്നെ ഇപ്പൊ തന്നെ ചായ ഇടാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് പ്ലേറ്റ് ആയിരുന്നു ഗൈസ്. ബൗളാണ്. അടുത്ത് ഞങ്ങൾ അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. ഒരു കാസ്ട്രോളാണ്. അടുത്തത് കാണിക്കാം. ഒരു കപ്പ് സോസറാണ്. കപ്പ് സോസറില്ല, കപ്പ് മാത്രം. നൈസ് കപ്പ്. നമ്മളിപ്പോൾ ഒരു പാല് കാച്ച വീടായിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യും. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നമ്മൾ നാളെ ഇതിൽ നിന്നായിരിക്കും ചായ കുടിക്കുന്നത്. ഇതിലെ വീഡിയോ അടുത്തത് കിട്ടാൻ പിന്നെ മാറ്റി പറയരുത്. ഇല്ല, ഇതിൽ ചായ കുടിച്ചിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ അടുത്ത ദിവസം വേറെ കിട്ടിയിട്ടുണ്ട്, ഡൊറാമോൻ എന്നൊക്കെ പറഞ്ഞു. ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലായിരുന്നു ഇത്രയും നേരം. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള കപ്പ് സോസാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് കിട്ടുന്ന ഗിഫ്റ്റ്സ് എല്ലാം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അടുത്ത അൺപാക്ക് ചെയ്യാം. ഇത് ക്ഷമയെന്ന് പറഞ്ഞ ഏതെല്ലാത്തിടെ പോയിട്ടില്ലാത്ത വലിച്ചങ്ങനെ ഇതൊക്കെ പിറ്റാക്കി കീറുവാണ്. എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് ഇത് കണ്ടാ മതി, അകത്തിരിക്കുന്ന എനിക്കൊന്ന് കണ്ടാ മതി. ആ, ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഈ സമൂസയൊക്കെ സെർവ് ചെയ്യാൻ പറ്റത്തില്ലേ? സ്പ്രിംഗ് റോള് അങ്ങനെ സെർവ് ചെയ്യുന്ന ഇതായിരുന്നു സംഭവം. ഇതിലിങ്ങനെ സമൂസ അല്ലെ സ്പ്രിംഗ് റോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പായിട്ടുണ്ട്. പിന്നെ അതിന് മാച്ചായിട്ടുള്ള കപ്പ്. ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യുമ്പോ ഇതാണ് ഇതിന്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഫോട്ടോ ഫ്രെയിം ആണെന്നുള്ളത് ഫോട്ടോ ഫ്രെയിം കാണാൻ ഭയങ്കര ഇനി ഏത് ഫോട്ടോ ഫ്രെയിം ആണെന്ന് നമുക്ക് ഫോട്ടോ ഫ്രെയിം അല്ലാതെ ഫോട്ടോ ഫ്രെയിം എന്നൊക്കെ നോർമലായിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്തെടുക്കാനേ നല്ല പാടാണ്. പിന്നെ എല്ലായിടത്തും വെളിയിടാണ്ട് വരും. അപ്പൊ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് അൺബോക്സ് ചെയ്യാം. അയ്യോ, അടുത്ത ബോക്സ് ഇങ്ങനെ ഇതിന്റെ കവറൊക്കെ കണ്ടോ? ഇങ്ങനെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ കവർ കാണാനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇത് ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു. ഇങ്ങനെയൊക്കെ കൊടുത്താലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പം എല്ലാവരും പിന്നെ റാപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ചായ കുടിക്കാൻ പറ്റും. ഇത് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ട്. അടുത്ത ഗിഫ്റ്റിന് കുലുക്കിയൊക്കെ നോക്കിയിട്ട് കപ്പ് ആൻഡ് സോസ. നമുക്ക് വരുന്ന ഗിഫ്റ്റ്സ് എല്ലാം
ഒന്നിനൊന്നിന് മെച്ചമാണ്. ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട. ഇപ്പം നമുക്ക് ഒരെണ്ണം പോലും മോശമായിട്ട് പറയത്തക്ക ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇതും കൊള്ളാം, നല്ലൊരു ഗിഫ്റ്റാണ്. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം തന്നെയാണെന്ന് തോന്നുന്നു. ഫോട്ടോയാണ്. ആര് തന്നേന്ന് എനിക്ക് ഓർമ്മയില്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഫ്രം അലീനയർ. കൊള്ളാം, നല്ലൊരു ഫോട്ടോയാണ്. നമുക്കിത് ഫ്രണ്ടിൽ തന്നെ പ്ലേസ് ചെയ്യാം. അപ്പൊ അടുത്ത് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതും ഫോട്ടോ ഫ്രെയിം തന്നെയാണ്. ഇത് അജിൻ ബ്രിട്ടാൻ അനഘ, നമ്മുടെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇതാണ്. അപ്പൊ അവരും അവരുടെ മാരേജും ഇവിടെ ഉണ്ട്. ക്യൂട്ട്. നമ്മുടെ സേവ് ഡേറ്റിൽ കിട്ടിയ ഫോട്ടോ ആയിരുന്നു. ഈ ഒരു ഫോട്ടോയാണ്. ഇത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് എടുത്ത ഫോട്ടോയാണ്. കൊള്ളാം, നല്ല ഫോട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ടല്ലേ ഇത്. അടുത്തൊരു പച്ച കളറിലൊരു ഗിഫ്റ്റ് ഇട്ടുണ്ട്. നല്ല പച്ച തിളങ്ങി നിൽക്കുന്നുണ്ട്. അത് നല്ല തിളക്കോളം ഇട്ടായിരിക്കും നമുക്ക് ഓപ്പണാകും പോലെ. ഇതും കൊള്ളാം, നല്ലൊരു ഗിഫ്റ്റാണ്. ബൗൾസ് ആണ്. അപ്പം കൊള്ളാം, ഇതൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ്. സൂര്യകാന്തി പാക്കേജ് ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത ഒരു ഗിഫ്റ്റ് നമ്മൾ അൺപാക്ക് ചെയ്യാൻ പോവുകയാണ്. കാണാനൊക്കെ അത് നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല ലുക്കുമുണ്ട്. ഇൻഡക്ഷൻ കുക്കറാണ്. പ്രഷർ കുക്കറാണ് കേട്ടോ. സോറി, ഇൻഡക്ഷൻ കുക്കർ അല്ലല്ലോ, പ്രഷർ കുക്കറാണ് കേസ്. ഇൻഡക്ഷൻ കുക്കറാണ്. ആർക്കായാലും അറിയാം. ഇത് ഗൈസ് നമ്മള് ആക്ച്വലി അൺബോക്സ് ചെയ്തതല്ല, നമ്മളെല്ലാം കൂടി എടുത്ത് വണ്ടിയിലിട്ട സമയത്ത് കുറച്ച് ഇതിൻ്റെ കവർ ഇളകി പോയതായിരുന്നു കേട്ടോ. അങ്ങനെ ആയിട്ടാ. എന്താന്ന് നോക്കാം. ഇത് ബൗളായിരിക്കും. അത് ബൗളാണെന്ന് ഏത് ബട്ടനും അറിയാൻ പറ്റും കേട്ടോ ഗൈസ്. ഇത് ബൗളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ബുദ്ധിമതിയായ എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുകയാണ് ഇത് ബൗളല്ല. സോറി, ബൗളാണെന്ന്. ഒരു പച്ച കളറുള്ള ചായ ഗ്ലാസും സോസറുമാണ്. ഇതും കൊള്ളാം, നമുക്ക് ഡെയിലി യൂസിന് ചായ കുടിക്കാനായിട്ട് നമുക്ക് നോക്കിക്കൊണ്ടോ. നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ. ഇതും ഒരു 7 പീസ് സെറ്റാണ് കാണുന്നല്ലേ. അപ്പൊ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ്. കൊള്ളാം കേട്ടോ, നല്ല ലീഫിലേക്കൊക്കെ ഷേപ്പിലുള്ള നല്ല രസമുണ്ടല്ലേ. പിന്നെ നെക്സ്റ്റ് ഒരു ചെറിയ ഗിഫ്റ്റാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. എന്തോ പൊട്ടുന്നതായിട്ടാണ് കേട്ടോ. ഗ്ലാസ്, ഞാൻ പറയുന്ന ഗ്ലാസ് ആയിരിക്കും. ഇത് കപ്പ് ആൻഡ് സോസറാണ്. ഞാൻ പറയുന്ന ഗ്ലാസ്. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഗ്ലാസ് തന്നെയാണ് ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ അപ്പൊ ഗ്ലാസ് തന്നെയാണ് ഗൈസ്. ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയത്. ഇത് കണ്ടില്ല, ഗ്ലാസ് തന്നെയാണ്. ഞാൻ പറയില്ലേ ഗൈസ്, ഗ്ലാസ് ആണ്. കണ്ടു ആദ്യത്തെ ഇവിടെ ഇരിപ്പുണ്ട് ഇൻഡക്ഷൻ കുക്കർ കണ്ടോ ഗൈസ് നിങ്ങൾ? ആദ്യത്തെ ഗസ് പാടൂന്റെ ആദ്യത്തെ ഗസ് കറക്റ്റ് ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ? ഓക്കെ, അതെ ഇതേപോലത്തെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയാണ് ഗൈസ്. അപ്പൊ ഇത് രണ്ടാമത്തെ ധൈര്യക്കുന്നു. അത് തന്നെയാണ് സെക്കൻഡ്. നേരത്തെ നിങ്ങൾ കണ്ടത് തന്നെയാണിത്, യെല്ലോ ആയിട്ടുള്ളത് ബോക്സ് ചെയ്യാൻ. ഇതും ഗൈസ് ഞങ്ങൾക്ക് നേരത്തെ കിട്ടി. ഇവിടെ എവിടെയും ഇരിക്കുന്നുണ്ടായിരുന്നു. റിപ്പീറ്റഡ് ആണ്, സെക്കൻഡ് ടൈമാണ്. ഇതും റിപ്പീറ്റഡ് ആണ്.
അടുത്ത ഗിഫ്റ്റ് ഒരു കളറിലുള്ളതാണ്. ജഗ്ഗാണ് ജഗ്. കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞു ജഗ്ഗിന്റെ കൂടെ ഓൾറെഡി ഗ്ലാസ് കാണുമല്ലോ. ജഗ് ഉണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അത് വെള്ളം ഒഴിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗൈസ് നൈസ് ഒരു ഇതിൽ അടയ്ക്കാവും. ഇത് കണ്ടോ ഗൈസ്, ഇതിൽ ബൗളുണ്ട്, ബൗളിൽ അടയ്ക്കാനുള്ള ഇതുണ്ട്, കവറും ഉണ്ട്, ബാക്കി ചെറിയ കുഞ്ഞു ബൗളുണ്ട്. കൊള്ളാം, ഇതൊരു നല്ലൊരു ഗിഫ്റ്റാണ്. ബൗളാണ് ഇത്, നമ്മളിങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ വന്ന് വീഴും. ബൗളുണ്ട്, ഗ്ലാസ് ഉണ്ട്, നമുക്കിതിലൊക്കെ വെള്ളം ഇങ്ങനെ കുളു 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 എന്ന് കുടിക്കാം. അടുത്തൊരു റെഡാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾ മാളുവിന്റെ കേസായ സാരി കാണാൻ തയ്യാറെടുത്തോളൂ. അപ്പൊ മാളുവിന്റെ കണ്ണിലെ സാരി നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ഇതാണ് സാരി ഗൈസ്, മാളുവിന്റെ കണ്ണിലെ സാരി കണ്ടോളൂ. ഇതിന്റെ സൈസ് വന്നിട്ട് 40 തന്നെയാണ്. എന്റെ സൈസ് തന്നെയാണ്. ഇതിന്റെ വില ഉണ്ടോ നിങ്ങൾ? 2399. കോസ്റ്റ്ലി സാധനമൊക്കെയാണ്. ആർക്കും അങ്ങനെ ഒരു ഷർട്ട് കൂടെ കിട്ടിയിട്ടുണ്ടാണ്, ഓഫീസിലേക്ക് ഇട്ടോട്ട് പോവാം. അപ്പം ഇത് പോത്തീസിലല്ല, വലിയ ഗിഫ്റ്റാണ്. അപ്പം ഇത് കൊള്ളാം, ഇതൊരു നല്ലൊരു ഗിഫ്റ്റാണ്. ഇതും കുറച്ച് ഇത് ഞാൻ അത് ഈ കിളിക്കം കേട്ടിട്ടാ. അതിനിടയ്ക്ക് ഇത്തിരി കീറിയപ്പോ അതിനിടയ്ക്ക് ഈ പടം കൂടെ കണ്ടായിരുന്നു. കണ്ടോടെ ഒരു എന്താണ് നമുക്ക് നോക്കാം. കൊള്ളാല്ലേ, നല്ലൊരു നോക്കാം കേട്ടോ. ഇങ്ങനെ കറങ്ങുന്നൊക്കെ ഇതിങ്ങനെ കറങ്ങുമായിരിക്കും അല്ലേ. ഇതൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഗസ്റ്റ് ചെയ്യുന്ന ഗ്ലാസ് ആണ്. മറ്റേ ഇങ്ങനെ ടൈപ്പ് ഗ്ലാസ്സാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ടൈപ്പ് ഗ്ലാസ് ആണ്. അങ്ങനത്തെ ടൈപ്പ് അല്ലേ ഇങ്ങനെ കൊള്ളാം, നല്ലൊരു ഗ്ലാസ് ആണ് കേട്ടോ. നമുക്ക് നേരത്തെ ഒരു കിട്ടിയ ഏകദേശം സിമിലർ ആണ്. കപ്പാൻ സോസർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ സിമിലർ ഐറ്റംസ് വേറെ ഷോപ്പിലോ സെയിം ഷോപ്പിലോ ഈ കാട്ടാക്കട വെച്ചായിരുന്നു കല്യാണം. ഇനി കാട്ടാക്കടയിൽ നിന്ന് വന്നിട്ട് വാങ്ങിച്ചൊരു ഇതും കാണും. അത് 3 മണിക്ക് നമ്മുടെ ഷോപ്പെല്ലാം ഓൾറെഡി തുറന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ഫീൽ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനത്തേതെല്ലാം വരാൻ ചാൻസ്. നമ്മളിനി അടുത്തൊരു നോക്കുവാണ്. പഞ്ഞി പോലെയൊക്കെ തിരുന്നുന്നുണ്ട്. എന്നിട്ട് പാത്രമാണ്, നമുക്ക് ചിക്കനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ്. പിന്നെ എന്താ പറയുക, നല്ലൊരു ബ്ലൂബെറിയുടെ പ്രഷർ കുക്കറാണ്. നന്നായിട്ടുണ്ട്. നമ്മളിനി പ്രഷർ കുക്കർ രണ്ടാമത്തെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു കേസ് വന്നിട്ട് സാജു ആൻഡ്, ഇതെൻ്റെ അങ്കിളാണ് വന്നിട്ടുള്ളത്. പെരിങ്ങമലയുള്ള സാജു അങ്കിൾ ആൻഡ് ഫാമിലി. എന്താണ് ഗിഫ്റ്റ് നോക്കാം. ഇതും ഒരു പ്രഷർ കുക്കറാണ്. പള്ളി തെറ്റിയല്ലേ, ഞങ്ങളുടെ പള്ളിയിൽ ഇതും ഒരു ബ്ലൂബെറിയുടെ ഒരു പ്രഷർ കുക്കറാണ്. ഞങ്ങൾക്ക് പിന്നെയും കിട്ടിയിരിക്കുന്നത് പ്രഷർ കുക്കർ. നല്ലൊരു വെറൈറ്റി, പച്ച കളറിലൊക്കെ നല്ല നല്ല കാണാൻ നല്ല രസം. നേരത്തെ ഇതിന്റെ തന്നെ നമ്മൾ വേറെ ബ്ലാക്ക് കളറിൽ കിട്ടി. ചെറുതാ, പക്ഷെ ഇത് കുറച്ചുകൂടെ വലുത്. കൊള്ളാം. ഇത് അടയ്ക്കാനൊക്കെ ഇതൊക്കെ ഉണ്ട്, ചെറിയ ബൗള്. കൊള്ളാം, ഇതൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ്. അടുത്തൊരു ഗിഫ്റ്റ് ബ്ലൂ കവറൊക്കെ കഴിക്കുന്നത്.
ഇതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളർ വേറെയാണ് കിട്ടുന്നത്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാറി നേരത്തെ ഗ്രീൻ ഷെയ്ഡ് കിട്ടിയായിരുന്നു. ട്രിപ്പിൾ ഫൈ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ്. നല്ലൊരു മെജന്ത കളറിലൊക്കെ ഇങ്ങനെയുണ്ടോ യൂസിലൊക്കെ ഓരോ കറിയൊക്കെ വെച്ചിട്ട് ഇവിടെ സാമ്പാർ, ചട്നി, പിന്നെന്തോ പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇവിടെ ചിക്കൻ, മാംഗോ പിക്കിള് ഇതൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ച് സ്പൂണൊക്കെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത് അടുത്ത ഗിഫ്റ്റാണ്. ഉണ്ടല്ലോ, പക്ഷെ ഇതൊരു വെറൈറ്റി ആവണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഗ്ലാസ് ആണ് ഗൈസ് എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. കണ്ടോ ഗൈസ്, വെറൈറ്റി അല്ലേ? നിനക്ക് തോന്നുന്നില്ലേ ഇതൊരു വെറൈറ്റി സാധനമല്ലേ? ഇതിനെ നമുക്കൊന്ന് എന്താന്ന് നോക്കാം. ഒരു ഡൈനിങ് സെറ്റാണ്. 10 പീസ് പ്ലേറ്റ്, സോസറൊക്കെ ഉണ്ട്. കൊള്ളാം, കാണുന്നത് തന്നെയാണ്. നല്ല രസമാണ്, ചിന്തിക്കുന്നു. നല്ലൊരു ബ്ലോക്കാണ്, നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലോക്കാണ് അല്ലേ? അപ്പം അടുത്തതായി ഇതും ഓൾറെഡി വണ്ടിയിലൊക്കെ കയറ്റിയപ്പോഴേ ഇളകിപ്പോയതായിരുന്നു ഇതിൻ്റെ ഇത്. ഇതും കൊള്ളാം, നല്ല ഭംഗിയുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ്. ഇതുണ്ടോ, ഇതിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതാണ് നല്ലതാണെന്ന് തോന്നുന്നു. അതോ ഇനി ഇങ്ങനെ തന്നെ കൊണ്ടുവന്നതാണെന്നും അറിയത്തില്ല. ഇങ്ങനെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കല്യാണം എന്ന് പറയുമ്പോഴേ നമുക്കൊന്നും ഓർമ്മ കാണത്തില്ലല്ലോ. ജഗപ്പോവാന്ന് കൊള്ളാം കേട്ടോ. ഇതൊരു നല്ലൊരു സ്പൂണൊക്കെ ആയിട്ട് സിമ്പിൾ ഒരു ക്യൂട്ടായിട്ടുണ്ട്. ചെറിയൊരു ഐറ്റമാണ്. സീഡ്സ് ഒക്കെ കൊടുക്കാനായിട്ട് അല്ല, ഇത് ചേട്ടൻ പറഞ്ഞിരുന്നു സെപ്പറേറ്റ് ഒന്ന് നോക്കണം എന്താണെന്ന്. കാരണം അവരുടെ കളിക്കാൻ വരുന്ന അല്ല, ഇത് നമ്മുടെ എൻ്റെ പപ്പയുടെ കസിൻസിന്റെ മക്കള് തന്നെയാണ്. കിച്ചുവും നീതും നിതിനും. കിച്ചുവും നീതും. അപ്പം എന്താണെന്ന് നോക്കട്ടെ. കിച്ചു ഇത് അൺപാക്ക് ചെയ്യുവാണ്. കിച്ചു താങ്ക് യു. നമ്മളിതിൽ ചായ ഇട്ടിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും കിച്ചുവിന് വേണ്ടിയിട്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ബൗളാണ് കേട്ടോ. ഓരോരോ കളറുണ്ട്. പക്ഷേ അല്ലല്ല, ഇത് വ്യത്യാസമുണ്ട്, കമ്മി വ്യത്യാസമുണ്ട്. യെല്ലോയിഷ് ഷെയ്ഡിൽ തന്നിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. സിമിലർ ആയിട്ടുള്ള ഗ്ലാസിന്റെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. കളർ വ്യത്യാസം ഉണ്ടെന്ന്. ഇത് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതിന്റെ നേരത്തെ നമ്മൾ കാണിച്ചില്ല ഒരു പിങ്കിന്റെ വേറൊരു കളറാ, ബ്ലൂ. ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ. ഇത് കിട്ടിയിരിക്കുന്നത് ഇത് മൂന്നാമത്തതാണ്. സെയിം ഐറ്റം തന്നെയാണ്. സ്റ്റാർ മോഡലിലൊക്കെ ഉള്ള കൊള്ളാം. ഇതൊരു നല്ല ഗിഫ്റ്റ് തന്നെയാണ്. സെയിം ഇതാണ് പുഡിംഗ് സെറ്റ്. പുഡിംഗ് ഒക്കെ നമുക്ക് ഇതിൽ വെച്ച് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട്. ഇത് കാണാൻ നല്ല ഒരു വെറൈറ്റി ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. കൊള്ളാം. ഇതൊരു പുഡിംഗ് സെറ്റാണ്. നല്ലൊരു ബൗളാണത്. ബ്ലാക്ക് ഇവിടെ ഡിസൈൻ ആണ്. ആക്ച്വലി ഗ്രീൻ കളർ ബൗൾ സെറ്റ്. അടുത്ത് അത് പെട്ടെന്ന് കവർ ചെയ്യാം. ഇത് വന്നിട്ട് പൊട്ടിക്കുന്നില്ല. കടായിയാണ്. കടായി നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് തന്നെയാണ് ഈ കാണുന്ന സംഭവം. ഒരു കടായിയാണ്. നമുക്ക് വന്നിട്ട് ഒരു ഒരു വെറൈറ്റി ബൗളാണ് കണ്ടോ. ഒരു ഇങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. കൊള്ളാം. നമുക്കിതിൽ ഐസ്ക്രീം അങ്ങനെ കുറച്ച് പുഡിങ് ഇതൊക്കെ കഴിക്കാനായിട്ട് കൊള്ളാം. ക്യൂട്ടായിട്ട്